കോഫി ഹൗസിലിരുന്ന പെൺകുട്ടിയുടെ ചിത്രം മൊബൈലിൽ പകർത്തിയ കർണാടക ADGPക്ക് രാജിവെക്കേണ്ടി വന്നു. വേലി തന്നെ വിളവ് തിന്നുന്ന കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കാലിക്കറ്റ് വൈസ് ചാൻസലർ ഇരട്ട പ്രതിഫലം വാങ്ങുന്നതായി രേഖകൾ. VCയുടെ ശമ്പളത്തിന് പുറമെ കാർഷിക സർവകലാശാലയുടെ പെൻഷനും കൈപ്പറ്റുന്നു. VCയുടെ നടപടി സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധം. ബേസിക് പെൻഷൻ വാങ്ങാനേ VCക്ക് അനുവാദമുള്ളന്നിരിക്കെ VC മുഴുവൻ പെൻഷനും കൈപ്പറ്റുന്നു. ഇത് സംബന്ധിച്ച് ജീവനക്കാർ ഗവർണർക്ക് പരാതി നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാമാണ് ഇരട്ട പ്രതിഫല വിവാദത്തിൽ കുരുങ്ങിയിരിക്കുന്നത്. കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറായ അബ്ദുൽ സലാം 2011 ഓഗസ്റ്റ് 12 കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി പുനർനിയമിതനായത്. UGC സ്കീം അനുസരിച്ചുള്ള ശമ്പളമാണ് വൈസ് ചാൻസലർക്ക് ലഭിക്കുക. ഇതുപ്രകാരം അടിസ്ഥാന ശമ്പളം 75,000 രൂപ, DA 67,500 രൂപ, സ്പെഷ്യൽ അലവൻസ് 5,000 രൂപ എന്നിങ്ങനെ 1,47,500 രൂപയാണ് വൈസ് ചാൻസലർ കൈപ്പറ്റുന്ന ശമ്പളം. അതേസമയം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും അബ്ദുൽ സലാം പെൻഷനും കൈപ്പറ്റുന്നുണ്ട്. ഇത് കേരള സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാവുന്നത്. രേഖകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. കേരള സർവീസ് ചട്ടപ്രകാരം പുനർനിയമനം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥന് നിലവിലെ ശമ്പളത്തിന് പുറമെ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ ബേസിക് പെൻഷൻ മാത്രമേ വാങ്ങാൻ അവകാശമുള്ളൂ. എന്നാൽ ഡോക്ടർ അബ്ദുൽ സലാം ബേസിക് പെൻഷനായ 29,920 രൂപയ്ക്ക് പുറമെ പ്രത്യേക ക്ഷാമബത്തയായ 19,448 രൂപയും മെഡിക്കൽ അലവൻസായി 300 രൂപയും കൈപ്പറ്റുന്നു. കഴിഞ്ഞ 33 മാസമായി ഇദ്ദേഹം ഈ തുക കൈപ്പറ്റുന്നുണ്ട്. ഇക്കാര്യങ്ങൾ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടി VCക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി അയച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലെ അധികൃതർ തുറന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾക്കെതിരെ സമരം ശക്തമാക്കാനും ജീവനക്കാരുടെ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കളമശ്ശേരി ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ CBI പരിശോധനയിൽ വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിലെ പ്രതി മൊറാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചേർത്തല CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. സലിംരാജ് കുംഭകോണ കേസിലെ പ്രതിയും മുൻ വില്ലേജ് അസിസ്റ്റന്റുമായിരുന്ന മൊറാദിന്റെ വീട്ടിൽ CBI കഴിഞ്ഞയാഴ്ച നടത്തിയ റെയ്ഡിൽ 10 വെടിയുണ്ടകൾ കണ്ടെടുത്തിരുന്നു. ചേർത്തല പൂച്ചാക്കലിലെ മൊറാദിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് CBI വെടിയുണ്ടകൾ കണ്ടെടുത്തത്. ഇതേ തുടർന്ന് CBI കേസ് പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൊറാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചേർത്തല CIയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ആയുധ നിയമപ്രകാരം മൊറാദിനെതിരെ പോലീസ് കേസെടുത്തു. മൊറാദിന് വെടിയുണ്ടകൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. റവന്യൂ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇയാൾ ചുരുങ്ങിയ കാലം പോലീസ് വകുപ്പിലും ജോലി ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി, ആലപ്പുഴ. കോട്ടയം കുറുവിലങ്ങാട് കുഞ്ഞു മരിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. കുറുവിലങ്ങാട് സ്വദേശി ടിൻഡു ഗോപാലനാണ് അറസ്റ്റിലായത്. ഈ മാസം 21-ന് കുഞ്ഞിനെ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ കിണറ്റിലെറിയുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമാകുന്നതായി പോലീസ് പറഞ്ഞു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ കോട്ടയത്ത് നിന്ന് ചേരുന്നു. സുനിൽ, അമ്മമാർ കൊലപാതകികളായി മാറുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കുറുവിലങ്ങാട്ട് നിന്നുള്ള ഈ പുതിയ വാർത്ത? തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുതിയ ഒരു വാർത്തയായി നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ഈ വാർത്തയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളോടുള്ള ഒരു ക്രൂരത, അതും അച്ഛനമ്മമാർ തന്നെ ആ ക്രൂരത ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കുറവരങ്ങാട് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 21-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. 2.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഈ കുഞ്ഞിന്റെ അമ്മ തന്നെ, ഇപ്പോൾ അറസ്റ്റിലായ അമ്മ തന്നെ ഈ കുഞ്ഞിനെ കാണാനില്ലെന്ന് വരുത്തുകയും ഭർത്താവിന് വിവരം അറിയിക്കുകയും പല സ്ഥലത്തായി അന്വേഷിക്കുകയും അവസാനം കിണറ്റിൽ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇതിന്റെ ഒരു
നാടകം വന്നിരിക്കുന്നത്. കാരണം അതിപ്പോൾ പോലീസിൽ തുറന്നു പറഞ്ഞതനുസരിച്ചാണ് അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു സത്യം പുറത്തു വന്നിരിക്കുന്നത്. അന്ന് പറഞ്ഞത് തന്റെ കയ്യിലിരുന്ന് വഴുതി വീഴുന്ന കുട്ടി കിണറ്റിൽ വീണ് മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതല്ല, കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലേക്ക് ഇട്ടു എന്നുള്ള സത്യാവസ്ഥയാണ് ഇപ്പോൾ പോലീസിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലിലൂടെ അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സംഭവം നടന്ന സമയത്ത് തന്നെ ഈ അമ്മ ഈ ഒരു യാതൊരു സംശയമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റവുമായി തന്നെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നാട്ടുകാർക്കിടയിൽ സംശയം ഉണ്ടാക്കുകയും നാട്ടുകാരാണ് ഇത്തരത്തിലൊരു ചെറിയ സംശയം ഉന്നയിക്കുകയും അത് കുറവിലങ്ങാട് കുഞ്ഞു മരിച്ച സംഭവത്തിൽ അമ്മ കസ്റ്റഡിയിലായിരിക്കുന്ന വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയെന്ന് സംശയിക്കുന്ന 4 പേർ പിടിയിൽ. മലേഷ്യയിൽ നിന്നും ഇന്നലെ രാത്രി എത്തിയ സംഘമാണ് പിടിയിലായത്. ഇവർ സ്വർണം വിഴുങ്ങിക്കടത്തുകയായിരുന്നു എന്നാണ് കസ്റ്റംസ് സംശയിക്കുന്നത്. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ SAS നവാസിന്റെ നേതൃത്വത്തിൽ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പിടിയിലായ 4 പേരും തമിഴ്നാട് രാമനാഥപുരം സ്വദേശികളാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്ന് 23 ലക്ഷം രൂപയുടെ സ്വർണവും പിടികൂടി. ദുബായിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശി അഷ്റഫിൽ നിന്നാണ് കസ്റ്റംസ് വിഭാഗം 700 ഗ്രാം സ്വർണം പിടികൂടിയത്. സ്വർണ്ണക്കട്ടികൾ ബാഗിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അഷ്റഫ് പിടിയിലായത്. സൂര്യനെല്ലി പെൺവാണിഭ കേസിലെ 17 പ്രതികൾ കീഴടങ്ങി. ഹൈക്കോടതി കേസിലെ 23 പ്രതികൾക്കും ശിക്ഷ വിധിച്ച സാഹചര്യത്തിലാണ് ഇന്ന് 5 മണിക്കകം കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് വാറണ്ട് നൽകിയിരുന്നത്. എന്നാൽ സമയപരിധി അവസാനിച്ചിട്ടും 17 പേർ മാത്രമാണ് കീഴടങ്ങിയത്. അവശേഷിക്കുന്ന 6 പ്രതികൾ കീഴടങ്ങുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകി. കോൺഗ്രസ് നേതാവ് ജേക്കബ് സ്റ്റീഫൻ അടക്കമുള്ളവരാണ് കീഴടങ്ങാതിരുന്നത്. ഇവർ നൽകിയ ഹർജിയിന്മേൽ കോടതി നാളെ വാദം കേൾക്കും. കാറ്റാടി യന്ത്രത്തിന്റെ പേരിൽ 76 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തൃപ്പൂണിത്തുറയിൽ അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി സനൽകുമാറിനെയാണ് ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം വരാപ്പുഴ സ്വദേശി ബെന്നി ജോർജിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി സനൽകുമാർ പിടിയിലായത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ കാറ്റാടിയന്ത്രം സ്ഥാപിക്കുന്ന ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് സനൽകുമാറും മകൻ പ്രതീഷും ബെന്നിയിൽ നിന്ന് 76,40,000 രൂപ വാങ്ങി കബളിപ്പിച്ചുവെന്നതാണ് പരാതി. ഗൾഫിലെ ഉന്നത പോലീസ് ഓഫീസറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയതെന്നും പരാതിയിൽ പറയുന്നു. മാവേലിക്കര സ്വദേശിയായ സനൽകുമാർ തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. ഇയാളുടെ ഓഫീസും ഇവിടെ തന്നെയാണ്. ബെന്നിയിൽ നിന്നും പണം വാങ്ങിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകാത്തതിനാൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ സനൽകുമാറിനെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ നിന്നും ഹിൽ പാലസ് CI CK ഉത്തമന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. SI PR സന്തോഷ്. ബെന്നി ജോർജിൻ്റെ പരാതി എന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു 76,40,000 രൂപ ഈ പ്രതിയായിട്ടുള്ള സനൽകുമാറും മകൻ പ്രതീഷും ചേർന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ പ്രദേശങ്ങളിൽ കാറ്റാടി യന്ത്രം സ്ഥാപിച്ച് വെക്കുന്ന ആ ബിസിനസ്സിലെ പങ്കാളിയാക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയാണ് ഈ പണം പലപ്പോഴായിട്ട് വാങ്ങിക്കുകയും ചെയ്തത്. അപ്പോൾ അവസാനമാണ് സംശയം തോന്നിയപ്പം ഇതുമായി യാതൊരു ബന്ധവുമില്ല. അപ്പം പരിചയപ്പെടുമ്പം തന്നെ ഗൾഫിൽ UAE ഉന്നത പോലീസ് ഓഫീസറാണെന്നുള്ള ID പ്രൂഫൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇയാൾ ഈ വിധത്തിലേക്ക് ഇവരെ വലിച്ചിഴിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. സനൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓപ്പറേഷൻ കുബേര അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലേഡ് മാഫിയക്കെതിരെ നടപടിയെടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മാഫിയകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാരുടെ ലിസ്റ്റ് നൽകാമെന്നും കോടിയേരി വ്യക്തമാക്കി. ബ്ലേഡ് മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ കുബേര സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന സെമിനാറിലായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെയും മുൻ ആഭ്യന്തരമന്ത്രിയുടെയും പ്രതികരണങ്ങൾ. ഓപ്പറേഷൻ കുബേര അട്ടിമറിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന ഈ ഓപ്പറേഷൻ അട്ടിമറിക്കാനുള്ള പല നടപടി നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങൾക്കതറിയാം. പക്ഷെ ഒരു ശക്തിക്കും ഓപ്പറേഷൻ കുബേര അട്ടിമറിക്കാൻ സാധ്യമല്ല എന്നുകൂടി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയാൽ നമ്മുടെ നാട്ടിലെ ഇത്തരം കൊള്ളപ്പലിശക്കാരും വട്ടിപ്പലിശക്കാരും ചൂഷണം ചെയ്യുന്ന ഷൈലോക്കുകളുടെയും പ്രവർത്തനം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും.
ഓപ്പറേഷൻ കുബേര ചെറുകിട സ്ഥാപനങ്ങളിൽ അവസാനിക്കുമെന്ന് കരുതേണ്ട. വൻകിട സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന്റെ ഫെയർ കോണ്ടാക്ട് കോഡ് മാത്രമാണ് നിലവിലുള്ളത്. ഇതിനു പുറമെ ശക്തമായ നിയമങ്ങൾ ഉണ്ടാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം ബ്ലേഡ് മാഫിയക്കെതിരെ നടപടിയെടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ബ്ലേഡ് മാഫിയക്കാരിൽ നിന്നും മാസപ്പടി വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തനിക്കറിയാമെന്നും കോടിയേരി പറഞ്ഞു. പല ഡിസ്ട്രിക്റ്റിലുമുള്ള SP-മാരെ ഞാൻ പറയുന്നില്ല, DYSPക്ക് താഴെയുള്ള ഓഫീസർമാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പോലീസിൽ ഈ ബ്ലേഡ് മാഫിയുമായി ബന്ധപ്പെട്ട് മാസപ്പടി വാങ്ങുന്നവരുണ്ട്. അതിന്റെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം. കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ അതിന്റെ ലിസ്റ്റ് ചെറുതലക്ക് തരാം. ഞാൻ അവരെ വലിയ അറിവെടുക്കാൻ വേണ്ടി നടക്കു പോകുന്നില്ല. ഉയർന്ന പോലീസ് ഓഫീസർമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ. ആ പോലീസ് ഓഫീസർമാരത്തിന്റെ മർമ്മപ്രധാനമായ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഈ കുബേരനും നടക്കൂല, വേറെ കാര്യം നടക്കൂല. വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദ്, മുൻ മന്ത്രി ബിനോയ് വിശ്വം, ADGP ഹേമചന്ദ്രൻ തുടങ്ങിയവരും സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. മരിച്ച ഹനീഷയുടെ അമ്മയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് IG തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തെ തുടർന്ന് സസ്പെൻഷനിലായ SI അടക്കമുള്ള പോലീസുകാരെയും ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് IG TJ ജോസ് ചങ്ങരംകുളത്തെത്തിയത്. പോലീസ് സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹനീഷയുടെ അമ്മ സുബൈദയിൽ നിന്ന് IG വിവരങ്ങൾ ശേഖരിച്ചു. മകളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചങ്ങരംകുളം സ്റ്റേഷനിൽ നിന്നുണ്ടായ അനുഭവങ്ങളും ഹനീഷയെക്കുറിച്ച് പ്രചരിച്ച വസ്തുക്കളും സുബൈദ വിശദീകരിച്ചു. സ്റ്റേഷനിൽ വെച്ച് മകളെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സുബൈദ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സംഭവത്തെ തുടർന്ന് സസ്പെൻഷനിലായ SI അടക്കമുള്ള 7 പോലീസുകാരെ വിളിച്ചു വരുത്തി IG ചോദ്യം ചെയ്തു. കസ്റ്റഡിയിലെടുത്ത ദിവസം കുറ്റിപ്പുറത്തുള്ള ATM കൗണ്ടറിൽ നിന്ന് ഹനീഷയ്ക്ക് പണം എടുത്തു കൊടുത്ത ഓട്ടോ ഡ്രൈവറിൽ നിന്നും മൊഴിയെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരായ ആനന്ദ്, രോഹിത് എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരായ ക്രൈംബ്രാഞ്ച് DYSP മോഹനചന്ദ്രൻ, തൃശൂർ റൂറൽ വനിതാ CI മീനാകുമാരി എന്നിവരും IG TJ ജോസിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 23-നാണ് മോഷണക്കുറ്റം ആരോപിച്ച് എടപ്പാൾ മാണൂർ സ്വദേശിനി ഹനീഷയെ ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിറ്റേ ദിവസം രാവിലെ 6 മണിയോടെയാണ് ഹനീഷയെ സ്റ്റേഷനിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണ സംഘത്തിൽ നിന്ന് കേസന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷമാണ് IG TJ ജോസ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആലപ്പുഴ കടപ്പുറം സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കെത്തിയ സ്ത്രീകൾക്ക് കറണ്ട് പോയതിനെ തുടർന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. ഇതേ തുടർന്ന് രോഗികളുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി വന്നത് സംഘർഷത്തിനിടയാക്കി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെയാണ് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്തിയത്. വൈദ്യുതി തടസ്സപ്പെടുകയും ജനറേറ്റർ പ്രവർത്തനരഹിതമാവുകയും ചെയ്തതോടെയാണ് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ രോഗികൾ ദുരിതത്തിലായത്. ഇതിനിടെ ഒരു രോഗിക്ക് ശ്വാസം മുട്ടൽ കലശലായതിനെ തുടർന്ന് മെഴുകുതിരി വെളിച്ചം ശസ്ത്രക്രിയയ്ക്ക് സഹായകമാകുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രസവത്തിനായി എത്തിയവരുടെ ബന്ധുക്കൾ രംഗത്ത് വന്നതോടെ ഇത് സംഘർഷത്തിനിടയാക്കി. അനസ്തേഷ്യ കൊടുത്തതിന് സംവിധാനം രണ്ടാമത് കൊടുക്കുമ്പോൾ രോഗിക്ക് ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ട വന്നാൽ ശരീരത്തിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാരണം രണ്ടാമത് കൊടുക്കുമ്പോൾ ഒരുപാട് ശരീരത്തിന് മറ്റേ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും. രാവിലെ 7 മണിയോടെ തടസ്സപ്പെട്ട വൈദ്യുതി ഉച്ചയ്ക്ക് ശേഷവും ലഭ്യമായിരുന്നില്ല. ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഡോക്ടർമാർ തമ്മിലും ഇടയ്ക്കിടെ ഇവിടെ സംഘർഷമുണ്ടാകാറുണ്ടെന്ന് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പെൺകുട്ടിയുടെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തിയ കർണാടക ADGP രാജി സമർപ്പിച്ചു. ഒരാഴ്ച മുമ്പാണ് കോഫി ഷോപ്പിൽ വെച്ച് ADGP പെൺകുട്ടിയുടെ ചിത്രം പകർത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. കണ്ണിംഗ്ഹാം റോഡിലെ ഒരു കോഫി ഷോപ്പിലെത്തിയ ADGP തൊട്ടപ്പുറത്തെ ടേബിളിലിരുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്തു. ഫോട്ടോ എടുക്കുന്നത് കണ്ട പെൺകുട്ടി ADGPയോട് ഫോൺ നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഫോൺ നൽകാൻ വിസമ്മതിച്ച അദ്ദേഹം പെൺകുട്ടിയെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ടുവന്ന ഒരാൾ സംഭവത്തിൽ ഇടപെടുകയായിരുന്നു. അതിനിടെ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരി ഇദ്ദേഹത്തിന്റെ മുഖത്തടിക്കുകയും ചെയ്തു.
തുടർന്നാണ് ADGPയെ ഹൈഗ്രൗണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിച്ചത്. പ്രതി ADGP ആണെന്നറിയാത്ത പോലീസുകാർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു. തിരിച്ചറിയൽ കാർഡ് കാണിച്ചെങ്കിലും വ്യാജമാണെന്നായിരുന്നു പോലീസിന്റെ വാദം. പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഉടൻ രവീന്ദ്രനാഥ് ഓഫീസർമാരുടെ യോഗം വിളിക്കുകയും തന്നെ ലോക്കപ്പിലിട്ട ഹൈഗ്രൗണ്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. കോഫി ഷോപ്പിലെത്തിയ തന്റെ പക്കൽ നിന്നും ഷോപ്പിന്റെ 1ാം നിലയിൽ ഇരുന്ന ഒരാൾ ഫോൺ പിടിച്ചു വാങ്ങി പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുകയായിരുന്നെന്നാണ് ADGP പറയുന്നത്. സംഭവത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമം 354, 506 എന്നിവ പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ആംവേ ഇന്ത്യ സിഇഒയെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപഭോക്താക്കളുടെ പരാതിയെ തുടർന്ന് വില്യം സ്കോട്ട് പിങ്കിനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ട്. ക്രമക്കേടുകളുടെ പേരിൽ പിങ്കിനിയെ കഴിഞ്ഞ വർഷം കേരള പോലീസും അറസ്റ്റ് ചെയ്തിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും നിയമപരമല്ലാത്ത രീതിയിൽ പണമിടപാട് നടത്തിയെന്നുമുള്ള പരാതിയിന്മേലാണ് ആംവേ ഇന്ത്യയുടെ സിഇഒ വില്യം സ്കോട്ട് പിങ്കിനിയെ അറസ്റ്റ് ചെയ്തത്. ഉപഭോക്താവിന്റെ പരാതിയെ തുടർന്നാണ് ഹൈദരാബാദ് പോലീസ് ഗുർണൂലിൽ നിന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിങ്കിനിയെ പിന്നീട് കുർണൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വഞ്ചനാകുറ്റത്തിനുള്ള IPC സെക്ഷൻ 420, 1978 മണി സർക്കുലേഷൻ സ്കീം തുടങ്ങിയ നിയമപ്രകാരമാണ് പിങ്കിനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ആംവേ ഇന്ത്യ అనే కంపెనీకి సంబంధించినటువంటి CEO విలియం స్కాట్ పింకిని అనేటువంటి యునైటెడ్ స్టేట్స్ ఆఫ్ అమెరికా సిటిజన్ని కర్నూలు నుంచి వెళ్ళినటువంటి ఒక స్పెషల్ టీం నిన్న గుర్గాం అంటే ఢిల్లీ దగ్గర ఉన్న హర్యానా సిటీ గుర్గాంలో అరెస్ట్ చేయడం జరిగింది. అక్కడ లోకల్గా ఉన్నటువంటి మేజిస్ట్రేట్ గారి దగ్గర ప్రొడ్యూస్ చేసి ట్రాన్సిట్ వారెంట్ మీద ఈరోజు ఇక్కడికి తీసుకొచ్చారు. ఇక్కడ మన స్థానికంగా డెసిగ్నేటెడ్ కోర్టులో പ്രവേശിപ്പിക്കാൻ ജరుగుతుంది. ഇത് 2ാം തവണയാണ് ആംവേ ഇന്ത്യ സിഇഒ അറസ്റ്റിലാകുന്നത്. ഒരു വർഷം മുമ്പ് കേരള പോലീസ് ആംവേ ഇന്ത്യയുടെ 2 ഡയറക്ടർമാരെയും സിഇഒയെയും സാമ്പത്തിക തിരിമറി നടത്തിയ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്. 2 കുട്ടികളെ വിൽപ്പന നടത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിക്ക് വേണ്ടി പോലീസ് കർണാടകയിൽ അന്വേഷണം ആരംഭിച്ചു. കുട്ടികളുടെ അച്ഛനും ഇടനിലക്കാരനും ഉൾപ്പെടെ 4 പേരെ കാഞ്ഞങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന ഇടനിലക്കാരിയായ മംഗലാപുരത്തെ അഭിഭാഷകയെ പിടികൂടുന്നതിന് വേണ്ടിയാണ് അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചത്. സമാന സ്വഭാവമുള്ള കേസിൽ മുമ്പ് പ്രതിയായിരുന്ന അഡ്വക്കേറ്റ് ആശാലതയെയാണ് പോലീസ് തെരയുന്നത്. 2 വയസ്സും 6 മാസവും പ്രായമുള്ള കുട്ടികളെയാണ് കാഞ്ഞങ്ങാട് സ്വദേശി സുലൈമാൻ 3.25 ലക്ഷം രൂപയ്ക്ക് 1 വർഷം മുമ്പ് വിൽപ്പന നടത്തിയത്. ഇടപാടിൽ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത് ആശാലതയാണ്. ഇവർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ പിടികൂടിയാൽ മാത്രമേ കുട്ടികളെ കണ്ടെത്താൻ കഴിയൂ. സുലൈമാന്റെ 2ാം വിവാഹത്തിലെ 3 കുട്ടികളിൽ 2 പേരെയാണ് വിറ്റത്. ഹോസ്ദുർഗ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.